ഗൈസ് ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പൊതി എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പൊതിയിലെന്ന് കാണണ്ടേ? ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും എന്താണ് ആ പൊതിയിലെന്നുള്ളത്. കാരണം ഇത് കണ്ടാൽ മനസ്സിലാവാത്തവരുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ മന്തി വാങ്ങിയിട്ടുണ്ട്. രാത്രിയത്തെ ഒരു വീഡിയോ ആണ് ഇട്ടത്. ഉണ്ണിമോൾ വന്നത് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ വെള്ളി ശനി ഞങ്ങളൊരു തട്ടിക്കൂട്ട് ഫുഡൊക്കെ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ ഞായറാഴ്ച രാത്രിയത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അവൾ തിങ്കളാഴ്ച പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് മന്തിയൊക്കെ വാങ്ങി കഴിക്കാം. പിന്നെ കുറേ ആയിട്ടുണ്ട് കേട്ടോ മന്തി വാങ്ങിയിട്ട്. ആദ്യമൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പവും മോനും അച്ഛയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുന്നതാണ് രസം. ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു രസമല്ല. അപ്പോൾ പിന്നെ വാങ്ങാറുമില്ല ഉണ്ടാക്കാറുമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ വീട്ടിലിങ്ങനെ വരണം, ഗസ്റ്റായിട്ട് വിരുന്നൊക്കെ വരണം. അപ്പോൾ അങ്ങനെ അപ്പോൾ പൊതുവേ അവരാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ആയി മന്തി വാങ്ങി കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ ഏതായാലും അവൾ വന്നതല്ലേ, ആ ഒരു പേരും പറഞ്ഞിട്ട് ഞങ്ങൾക്കും കഴിക്കുക, അവളുടെ പേരും പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പള്ളിപ്പടി റെയ്ദാൻ എന്നാണ് കേട്ടോ മന്തി സ്ഥിരമായിട്ട് വാങ്ങാറുള്ളത്. അടിപൊളി മന്തിയാണ്, എടുത്തു പറയേണ്ട ഒരു മന്തി തന്നെയാണ്. കാരണം ഞാൻ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് റെയ്ദാനത്തെ മന്തിയാണ് കേട്ടോ. നമ്മൾ ജോളിന്നൊക്കെ വാങ്ങുന്ന മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ കബ്സ ഉണ്ടല്ലോ, അതൊരു വേറൊരു യെല്ലോ ഷെയ്ഡ് വരുന്നൊരു കബ്സ, അതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരെയും അഭിപ്രായം എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊരു മന്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ റെയ്ദാനിന് കിട്ടുന്ന മന്തി അടിപൊളി മന്തിയാണ്. ആ ഒരു കവറ് കെട്ടഴിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മളെ മൂക്കിലേക്ക് തുളച്ച് കയറുന്നൊരു സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ 1.5 kg മന്തിയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മന്തിയും പിന്നെ അൽഫാം ചിക്കനും. അപ്പോൾ അതാണ് കേട്ടോ, അടിപൊളിയായിരുന്നേ, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങുക അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ എല്ലാവരും കൂടെ ഒത്തുചേരും കേട്ടോ. ചേച്ചിയും ഏട്ടനും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടാവും കേട്ടോ. മക്കൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരും ഉണ്ടാവാറുണ്ട്. പിന്നെ അതെ, ഇതൊക്കെ പൊട്ടിച്ചഴിക്കാൻ എന്നേക്കാൾ എക്സ്പേർട്ട് ഉണ്ണിമോളാണ് കേട്ടോ. അവൾക്ക് കത്തിയുടെ ഒന്നും ആവശ്യമില്ല, അവളുടെ പല്ലിനെ നല്ല മൂർച്ചാണെന്ന് പറഞ്ഞിട്ട് പല്ലുകൊണ്ട് തന്നെ കടിച്ച് പറിച്ചെടുക്കുകയാണ് കേട്ടോ. പൊതുവേ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ ഫുഡ് കഴിക്കണമെങ്കിൽ ഏകദേശം ഒരു 10 മണി 9:30 10 മണി എന്തായാലും ആവും. എന്നിട്ട് പിന്നെ കിടക്കാനാകുമ്പോഴേക്കും പാത്രമൊക്കെ കഴുകി കിടക്കാനാകുമ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആവും. അത് സ്ഥിരമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ മന്തിയോ ബിരിയാണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരെയും ഫുഡ് കഴിക്കാനും പ്രത്യേകം വിളിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. മക്കളൊക്കെ നേരത്തെ വരും, ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കില്ലേ എന്ന് ചോദിച്ച് വരും കേട്ടോ. അപ്പോൾ ഇന്നും അതേപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും, അത്രയും വൈകിയത് എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ കടയിൽ നിന്ന് വരാൻ വൈകി, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് വരട്ടെന്ന് വിചാരിച്ച് നിന്നു. അപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. ഏട്ടൻ വന്നു, അച്ഛൻ വന്നു, അമ്മ വന്നു, കുട്ടാട്ടൻ വന്നു, ചേച്ചി വന്നു, അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ നരിവേട്ട സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സിനിമ, അടിപൊളി സിനിമയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കറണ്ട് പോയത്. പിന്നെ കറണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ തുടങ്ങി കേട്ടോ. അല്ലൂന് ദേ ഈ നമ്മുടെ ന്യൂമീനുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ടോർച്ചടിച്ച് പേടിപ്പിക്കുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ, ഒരു സൈക്കോ. പിന്നെ എല്ലാ എന്താ പറയുക, ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ടേബിളിലേക്ക് സെറ്റ് ചെയ്തു. ടേബിളിൽ വെക്കുന്ന വെറുതെയാണ് കേട്ടോ. സിനിമയൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരും ടേബിളിലൊന്നും ഇരിക്കൂല, എല്ലാവരും അവിടെ സോഫയിലോ അല്ലെങ്കിൽ നിലത്തൊക്കെ പോയിട്ടാട്ടെ ഇരിക്കുക സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഉണ്ണിമോളും കൂടെ എല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ആ ചോറ് വീട്ടിലെത്തിയ സമയം മുതലേ കറണ്ട് പോവാ വരിക ഇതന്നെ ഒരു പണിയായിരുന്നു കേട്ടോ. നല്ല കാറ്റും മഴയുണ്ടായിരുന്നു. പകൽ മൊത്തം നല്ല വെയിലായിരുന്നു. തിരുമ്പിട്ട് എല്ലാ തുണികളും ഉണങ്ങി കിട്ടി. പക്ഷെ രാത്രി ആയപ്പോഴേക്കും ഒടുക്കത്തെ കാറ്റും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാറ്റടിക്കുമ്പോഴേക്കും തന്നെ കറണ്ട് പോവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുണ്ടാവില്ല, കാരണം ലൈറ്റ് ഉണ്ടാവില്ലല്ലോ, ക്ലിയർ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു കറക്റ്റ് സമയമായപ്പോഴേക്കും കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്യുന്നത് വെറുതെയാണ്, എല്ലാവരും വിളമ്പിയിട്ട് അങ്ങോട്ട് സോഫയിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. അമ്മയും അച്ഛനും മക്കളും കുട്ടാറിനൊക്കെ അവിടെ ടേബിളിലാണ് ഇട്ടിരുന്നത്. അച്ഛൻ പിന്നെ ഈ മന്തി ഒന്നും കഴിക്കൂല കേട്ടോ, ബിരിയാണി മന്തി ഇതൊന്നും അച്ഛൻ കഴിക്കൂല, ചിക്കനും കഴിക്കൂല കേട്ടോ, ബീഫ് കഴിക്കും. അപ്പോൾ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ ബീഫ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയിട്ടില്ല, കിട്ടിയിട്ടില്ല. അച്ഛന് മീനുണ്ടായിരുന്നു, മീനും തക്കാളിക്കറി ഉണ്ടായിരുന്നു. പിന്നെ വെറും ചോറാണ് കേട്ടോ അച്ഛൻ കഴിക്കുന്നത്. അപ്പോൾ അച്ഛനും ചോറെടുത്തിട്ട് സോഫയ്ക്ക് പോയിട്ടുണ്ട്, അവിടെ ഇരുന്നിട്ട് സിനിമ കണ്ടുകൊണ്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. ഏട്ടനും
ഞാനും ചേച്ചിയൊക്കെ അവിടെ ടേബിളിൽ തന്നെയാണ് കേട്ടോ ഇരുന്നത്. ഉണ്ണിമോളും ടേബിളിലിരുന്നു. അമ്മ അതേപോലെ തന്നെ ഫുഡ് എടുത്തിട്ട് അവിടെ സോഫയിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഞങ്ങൾ നരിവേട്ട, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നരിവേട്ട സിനിമയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. അതിലുള്ള ആ ഒരു ആദിവാസി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ആ ഒരു പയ്യനുണ്ടല്ലോ അവനെ ഇടിക്കുന്നതും എന്താ പറയുക കൊല്ലുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വന്നു കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള സിനിമകളൊന്നും വലിയ ഇഷ്ടമില്ല. അടി ഇടി കൊല്ലുക അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ഒന്നെങ്കിൽ കോമഡി അല്ലെങ്കിൽ ഹൊററൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേടിയാണ്, കാണാൻ പേടിയാണ്, എന്നാലും ഹൊറർ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള സിനിമയൊക്കെ കാണുമ്പോൾ കണ്ടിരിക്കാൻ രസമാണ്, എനിക്ക് ഇഷ്ടമാണ്. നല്ല കഥകളൊക്കെ ആകുമ്പോൾ നല്ല ഇഷ്ടപ്പെടും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഫീലിംഗ് ആയി പോകും, ഭയങ്കര സങ്കടം വരും. അപ്പം ഞാൻ അല്ലുവിന് ഫുഡൊക്കെ വാരി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നുമ്മിക്ക് കുട്ടാട്ട ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. എന്തോ ആപ്പിൾ എന്തോ ആണ് അത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫുഡൊക്കെ കൊടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇതിങ്ങനെ കയ്യിന് കൊത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്. കുട്ടാറിനാണ് കേട്ടോ അതൊക്കെ ചെയ്യാറുള്ളത്. അഭിയും തീയ അതേപോലെ തന്നെയാണ്, അവർക്കും ഫുഡൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാത്രി ശരിക്കും പറഞ്ഞാൽ എനിക്കും ഉണ്ണിമോക്കും മര്യാദയ്ക്ക് ആ സിനിമ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് സമയം അവിടെ ഇരുന്ന് കണ്ടപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു സമയമായിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഉണ്ണിമോളും കൂടെ പകലാണ് കേട്ടോ അത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞേരം പിന്നെ ഞങ്ങളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴാണ് ചേച്ചി അപ്പൂനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പു ബാംഗ്ലൂരാണ്. അപ്പു മാത്രമല്ല 3 പേരും ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പു അച്ചും മോനും, അവർ 3 പേരും ബാംഗ്ലൂരാണ്. വ്യത്യസ്ത സ്ഥലത്താണ് കേട്ടോ. എനിക്ക് അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല പറയാൻ. അപ്പോൾ വീഡിയോ കോൾ ചെയ്യായിരുന്നു. ഓരോരുത്തരും ഓരോ സമയത്താണ് കേട്ടോ വിളിക്കുക. അപ്പോൾ ഞങ്ങൾ ആ ഫുഡ് കഴിക്കുന്ന സമയമായപ്പോൾ അപ്പുവാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പൂനെ വീഡിയോ കോൾ ചെയ്യാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നുമ്മീൻ്റെ അടുത്തെത്തി. നുമ്മി ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ അങ്ങനെ കൊത്തി കഴിക്കണം, കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ കൊത്തി കഴിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു തരാൻ നിന്നു കേട്ടോ. നമ്മൾ TV കാണുന്ന സമയത്ത് മിച്ചറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിലത്ത് വീണിട്ട് ഉറുമ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ അടിച്ചു വാരി. ഈ സമയത്ത് അല്ലു എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിച്ചു വാരിയൊക്കെ അല്ലുവാണ് കേട്ടോ കൊണ്ടുതരുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ അവൻ്റെ രീതിയിൽ അവനൊരു ഹെൽപ്പ് ഉണ്ടാവും കേട്ടോ. പിത്തനെ കട്ടാനും അവൻ തന്നെ മതി. പിന്നെ പാത്രങ്ങളൊക്കെ ചേച്ചി ഏകദേശമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ.